ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പം ഇന്ന് രാവിലെ ചെറിയൊരു തിരക്കിലാണ് കേട്ടോ. രാവിലെ നമ്മുടെ നിസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ കയറിക്കുകയാണ്. പെട്ടെന്ന് വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികൾ ഇട്ടു കേട്ടോ. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അതിന് ശേഷം വിറകടുപ്പിൽ തീയൊക്കെ പൂട്ടി ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറും കറിയൊക്കെ പെട്ടെന്നാക്കിയതിന് ശേഷം നമുക്കിന്ന് ആർദ്രം പാലിയേറ്റീവിലെ വളണ്ടിയറായി പോവാണ് കേട്ടോ. ഒന്ന് അങ്ങനെ കുറച്ച് നേരം നമ്മൾ വണ്ടിയൊക്കെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ മഞ്ചക്കല്ലിലേക്കാണ് കേട്ടോ പോയിട്ട്. ചെറുപ്പശ്ശേരി അടുത്താണ്. ഇന്ന് 5 കേസുകളാണ് ഉള്ളത് കേട്ടോ. ചെറുപ്പശ്ശേരി ഏരിയയിൽ തന്നെയാണ്. മഞ്ചക്കല്ല് കഴിഞ്ഞ് ഞങ്ങൾ ചെറുപ്പശ്ശേരി കാറൽമണ്ണ ഈ ഭാഗത്ത് കൂടിയാണ് കൂടുതലും വീടുകളുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് ഞങ്ങളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ രോഗികളെക്കുറിച്ചുള്ള ഡീറ്റെയിലോ അവരുടെ ഫുൾ ഇതൊന്നും പറയണില്ല. അതുപോലെ രോഗികളെയൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പം നമ്മളിന്ന് വളണ്ടിയറായി പോയ ഭാഗങ്ങൾ വെറുതെ ഒന്ന് വീഡിയോസ് എടുത്തതാണ്. നമ്മൾ മഞ്ചക്കല്ലി പോയി തിരിച്ചു വരികയാണ് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് കാറൽമണ്ണക്കാണ്. ചെറുപ്പശ്ശേരി ഹൈസ്കൂളിൻ്റെ ആ റോട്ടിലൂടെയാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോഴും ചെറുതായി ഒന്ന് വീഡിയോസ് എടുത്തതാണ്. അപ്പോൾ നമ്മളെ ഹൈസ്കൂളിൻ്റെ ഭാഗമൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലേ, ചുമരൊക്കെ. അതിൻ്റെ അടുത്തൊരു വീടുണ്ട്, അവിടെയും ഒന്ന് നമുക്ക് ഹോം കെയർ പോകാനുണ്ട്. ഓരോ രോഗികളെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർ സിസ്റ്റർമാരെ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും ഇവർ ആ ഒരു സ്നേഹത്തോടു കൂടിയാണ് അവരെയൊക്കെ കെയർ ചെയ്യണത്. എന്തായാലും ഇതൊക്കെ ഒന്ന് കാണാനൊക്കെ ഇതുപോലുള്ളവരെ കൂടെ നമ്മളൊന്ന് പോകണം കേട്ടോ. ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ എന്തായാലും ഹോം കെയർ പോവുക. നമ്മളടുത്ത എന്താ പറയുക, ഓരോ സ്ഥലത്തും പാലിയേറ്റീവ് കെയർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊക്കെ ഒന്ന് പോകാൻ നോക്കുക. അതുപോലെ തന്നെ രോഗികളെ കാണുമ്പോൾ നമുക്ക് നമ്മളുടെ ആരെങ്കിലുമാണ് കിടപ്പിലായി ഇരിക്കണു എന്നുള്ളൊരു തോന്നലും കൂടിയും വരും കേട്ടോ. അവരുടെ അടുത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ വീട്ടിലെത്തിയ ഒരുപാട് ചിന്തകളായിരിക്കും. നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും കുറച്ച് സമയമെങ്കിലും മാറ്റി വെക്കാൻ നോക്കുക.
അങ്ങനെ ഒരു 1:30 മണി സമയമായപ്പോൾ ആർദ്രൻ പാലിയേറ്റീവിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1-2 കേസുകളും കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിലെത്തിയാലും നമ്മുടെ മനസ്സ് നിറയെ ഇവരെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും കേട്ടോ. അതുപോലെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥനയിലും നമ്മൾ എന്താ പറയുക, നമ്മൾ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്നവരാണെങ്കിലും ഇത് ഒന്ന് പോകുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളെന്തായാലും പോയാൽ മാത്രമേ ഇത് അറിയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.